അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, എനിക്ക് ന്യായവിധി നൽകണമേ. എന്നോട് പൊരുതുന്നവർക്കെതിരെ അങ്ങും എന്നോടൊപ്പം പൊരുതണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ന്യായവിധി നൽകണമേ. എന്നോട് പൊരുതുന്നവർക്കെതിരെ അങ്ങും എന്നോടൊപ്പം പൊരുതണമേ. വാളും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ. എന്നെ ഉപദ്രവിക്കുന്നവർക്കെതിരെ വാളൂരി വീശണമേ. ഞാനാകുന്നു നിന്റെ രക്ഷകനെന്ന് എന്നോട് അരുൾ ചെയ്യണമേ. എന്റെ ജീവൻ അന്വേഷിക്കുന്നവർ ലജ്ജിതരും അപമാനിതരുമാകട്ടെ. എനിക്കെതിരെ അനർത്ഥം ആലോചിക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ. അവർ കാറ്റത്ത് പറക്കുന്ന പൊടി പോലെയാകട്ടെ. കർത്താവിന്റെ ദൂതൻ അവരെ ചിതറിക്കട്ടെ. അവരുടെ വഴിയിലുള്ളടഞ്ഞതും തെന്നി വീഴ്ത്തുന്നതുമാകട്ടെ. ദൈവത്തിന്റെ ദൂതൻ അവരെ തുരത്തട്ടെ. അവർ എനിക്കെതിരായി കെണിവെച്ചു. എന്റെ ജീവനു വേണ്ടി വല വിരിച്ചു. പെട്ടെന്ന് അവർക്ക് നാശം ഭവിക്കും. അവർ വിരിച്ച വലയിൽ അവർ കുടുങ്ങും. കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴും. ഞാനോ ദൈവത്തിൽ ആനന്ദിക്കും. അവിടുത്തെ രക്ഷ ഞാൻ ആസ്വദിക്കും. എന്റെ അസ്ഥികളെല്ലാം ഉദ്ഘോഷിക്കും. കർത്താവേ, അങ്ങേക്ക് സമനായി ആരുണ്ട്? നിസ്സഹായനെ അങ്ങ് ശത്രുവിൽ നിന്ന് രക്ഷിക്കുന്നു. നിർധനരെയും നിരാലംബരെയും കവർച്ചക്കാരിൽ നിന്ന് മോചിക്കുന്നു. കള്ളസാക്ഷികൾ എനിക്കെതിരായി നിന്നു. ഞാൻ അറിയാത്ത കാര്യത്തിന് എന്നെ ചോദ്യം ചെയ്തു. നന്മയ്ക്ക് പകരമായി അവർ തിന്മ ചെയ്തു. മനുഷ്യരുടെ ഇടയിൽ അവരെന്നെ നശിപ്പിച്ചു. അവർക്ക് രോഗമായിരുന്നപ്പോൾ ഞാൻ ചാക്കൊടുത്തു. ഉപവാസത്താൽ സ്വയം വിനീതനാക്കി. പ്രാർത്ഥന എന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു. സഹോദരനെയും സുഹൃത്തിനെയും പോലെ
അവരോടൊത്ത് ഞാൻ വ്യാപരിച്ചു. വിലാപത്തിലിരിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ചു. എങ്കിലും എനിക്ക് അനർത്ഥമുണ്ടായപ്പോൾ അവർ കൂട്ടം കൂടി സന്തോഷിച്ചു. ദീർഘനേരം എനിക്കെതിരായി അവർ സമ്മേളിച്ചു, എന്നാലും ഞാനത് അറിഞ്ഞില്ല. അഹങ്കാരത്തോടും പരിഹാസത്തോടും കൂടെ അവർ എനിക്കെതിരായി പല്ലിറുമ്മി. കർത്താവേ, എനിക്കത് കണ്ടുമതിയായി. അവരുടെ ആക്രമണത്തിൽ നിന്ന് എന്റെ പ്രാണൻ രക്ഷിക്കണമേ. ഏകനായ എന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. വലിയ സഭയിൽ ഞാൻ അങ്ങേ സ്തുതിക്കും, ജനങ്ങളുടെ മധ്യേ പാടിപ്പുകഴ്ത്തും. അകാരണമായി എന്നെ വെറുക്കുന്ന ശത്രുക്കൾ എന്റെ പേരിൽ സന്തോഷിക്കാതിരിക്കട്ടെ. അവർ കണ്ട ഭാവം നടിക്കുന്നില്ല, സമാധാനം ആശംസിക്കുന്നില്ല. ചുറ്റുമുള്ള ഗതികൾക്കെതിരായി അവർ വഞ്ചന നിരൂപിക്കുന്നു. അവർ എനിക്കെതിരായി വായി തുറക്കുന്നു, ഞങ്ങൾ അവനെ കണ്ടുവെന്ന് അവർ പറയുന്നു. ദൈവമേ, അങ്ങ് ഇതൊക്കെ കാണുന്നില്ലേ? കർത്താവേ, മൗനമായിരിക്കരുതേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ന്യായവിധിക്കായി തയ്യാറാകണമേ. എന്റെ ഞെരുക്കം അങ്ങ് കാണണമേ. കർത്താവേ, അങ്ങയുടെ നീതിക്കനുസൃതം വിധിക്കണമേ. അവർ എന്റെ പേരിൽ സന്തോഷിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ഇഷ്ടം നടന്നിരിക്കുന്നു, ഞങ്ങൾ അവനെ വെള്ളത്തിൽ താഴ്ത്തിയല്ലോ എന്ന് അവർ ഉള്ളിൽ പറയാതിരിക്കട്ടെ. എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ തല താഴ്ത്തട്ടെ. വലിമ ഭാവിക്കുന്നവരെല്ലാം ലജ്ജിതരാകട്ടെ. എന്റെ വിജയം ആഗ്രഹിച്ചവരെല്ലാം ആനന്ദിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. തന്റെ ദാസന്റെ സമാധാനം കാക്ഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ എപ്പോഴും ഉദ്ഘോഷിക്കും. അങ്ങയുടെ നീതിയും മഹിമയും എന്നെന്നും ഞാൻ പ്രകീർത്തിക്കും. ദുഷ്ടൻ തന്റെ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നു, അവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല. പാപത്തെ ത്യജിക്കുന്നതും വെറുക്കുന്നതും ദുഷ്ടനിൽ അവജ്ഞയുളവാക്കുന്നു. അവന്റെ സംസാരം ദുഷിച്ചതും വഞ്ചന നിറഞ്ഞതുമാകുന്നു. നന്മ ചെയ്യാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. കിടക്കയിൽ അവൻ അകൃത്യം ചിന്തിക്കുന്നു, തിന്മ ചെയ്യാൻ തെറ്റായ വഴിയിൽ ചരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ ആകാശത്തോളം എത്തുന്നു, അങ്ങയുടെ വിശ്വസ്തത അത്യുന്നതങ്ങൾ വരെയും. അങ്ങയുടെ നീതി മഹാപർവ്വതം പോലെയും ന്യായവിധി അത്യഗാധം പോലെയുമല്ലോ. കർത്താവേ, മനുഷ്യരെയും മൃഗങ്ങളെയും അങ്ങ് സംരക്ഷിക്കുന്നു. അങ്ങയുടെ കാരുണ്യം എത്രയോ വലുതാകുന്നു. അങ്ങയുടെ ചിറകിൻ തണലിൽ മനുഷ്യർ മറയ്ക്കപ്പെടുന്നു. അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധി അവരെ സന്തോഷഭരിതരാക്കുന്നു. മധുരമുള്ള നീർച്ചാലിൽ നിന്ന് അങ്ങ് അവരെ കുടിപ്പിക്കുന്നു. ജീവന്റെ നീരുറവ അങ്ങയുടെ പക്കലാണല്ലോ. അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അങ്ങയോട് അടുത്തിരിക്കുന്നവരെ കാരുണ്യപൂർവം പാലിക്കണമേ. പരമാർത്ഥ ഹൃദയർക്ക് നീതി നൽകണമേ. കനത്ത കാലുകൾ ഞങ്ങളുടെ മേൽ പതിക്കാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈകൾ ഞങ്ങളെ ഇളക്കാതിരിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ തള്ളിയിടപ്പെടും, അവർ വീഴും. എഴുന്നേൽക്കാൻ അവർക്ക് കഴിയുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൂർവകാലങ്ങളിൽ ദൈവം പ്രവാചകരിലൂടെ സംസാരിച്ചു. ആദിമ നാളുകളിൽ ദൈവിക
കൽപ്പനതൻ മാർഗം വെളിവാക്കാൻ സദയമയച്ചു സകലേശൻ ദിവ്യമാരാം പ്രേക്ഷിതരെ. ദൈവത്തിൻ തിരുനാവായി വചനം ഘോഷിച്ചവരെന്നാൾ സത്യത്തിൻ സാക്ഷ്യം നൽകുകയായി. മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്കു തരും. താതൻ വചനത്തെ കാലത്തിൻ തികവിൽ ഭൂവിലയച്ചതുപോൽ റൂഹായാകും ദാനത്തെ സ്ലീഹന്മാർക്കു കനിഞ്ഞേകി അവർ വഴി ഉലകിൽ പ്രഭവിച്ചി. കൃപയും കരുണയും ഒരുപോലെ നരവംശം അതിനാൽ രക്ഷിതമായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യം വാണിയിടും ദൈവം പരിശുദ്ധൻ, ശാശ്വത സത്യമവൻ. കർത്താവേ, നിൻ സന്നിധിയിൽ പ്രോജ്വലമായ പ്രകാശത്തിൽ അന്തമിഴാത്തൊരു രാജ്യത്തിൽ ഞങ്ങളും ഒന്നായി ചേർന്നിടാൻ സദയം നീ ക്ഷണമേകിടുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ റോമാലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും
മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കുന്നു. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.